നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റായ പി.കെ. ശ്രീമതിക്ക് ചെക്ക് വെച്ച് പിണറായി വിജയൻ. പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധിയിൽ ഇളവ് നൽകിയെങ്കിലും പി.കെ. ശ്രീമതിക്ക് എ.കെ.ജി സെന്ററിൽ സ്ഥാനമില്ല. ഇക്കഴിഞ്ഞ 19 ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ പി.കെ. ശ്രീമതി എത്തിയെങ്കിലും പിണറായി വിജയൻ അനുവദിച്ചില്ല. പ്രായത്തിൽ ഇളവ് നൽകിയത് സംസ്ഥാനത്തിന് ബാധകമല്ലെന്നും അതിനാൽ എ.കെ.ജി ഭവനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ മതിയെന്നുമാണ് പിണറായി പി.കെ. ശ്രീമതിയോട് പറഞ്ഞത്. CPMന്റെ സംഘടനാ രീതി അനുസരിച്ച് ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് ദേശീയ ജനറൽ സെക്രട്ടറി M.A. ബേബിയാണ്. എന്നാൽ ഈ ബേബി ഈ വിഷയത്തിലൊന്നും പറഞ്ഞതുമില്ല. എന്നാൽ അഭിപ്രായം പറയേണ്ട ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമാണെന്ന് ആദ്യം പറഞ്ഞ M.V. ഗോവിന്ദന് ഈ വാർത്ത വിവാദമായതോടെ മലക്കം മറിയുകയായിരുന്നു. പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമെന്നാണ് ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിൽ പ്രവർത്തിക്കാനല്ലെന്ന് പറഞ്ഞ ഗോവിന്ദൻ തത്വത്തിൽ പിണറായി വിജയന്റെ നിലപാടിന് റാൻ മൂളുകയാണ് ചെയ്തത്. 75 വയസ്സ് പൂർത്തിയായതിനാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി. അതിനാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതെന്നും ഗോവിന്ദൻ പറയുന്നു. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമെന്നും കേരളത്തിൽ ഉണ്ടെങ്കിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്നും പി.കെ. ശ്രീമതി അവകാശപ്പെടുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റാണ് പി.കെ. ശ്രീമതി. അതിനാൽ പ്രത്യേക ക്ഷണിതാവായി പോലും പങ്കെടുപ്പിക്കാം. അതിനും പിണറായി വിജയൻ അനുമതി നൽകിയില്ല എന്നാണ് വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്രീമതിക്ക് കേരളത്തിൽ സംഘടനാ ചുമതലകളില്ല, ഡൽഹിയിൽ ആണ് ചുമതലയുള്ളത്. അതിനാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശ്രീമതി സ്ഥിരം പങ്കെടുക്കേണ്ടെന്ന് CPM നേതൃത്വം വ്യക്തമാക്കി. മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാം. അവർക്കെല്ലാം കേരളത്തിൽ ചുമതലകളുമുണ്ട്.